നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ബോസ് കൃഷ്ണമാചാരി രാജിവെച്ചതിന്റെ കാരണം എന്താണ്? 2026 ജനുവരി 14-നായിരുന്നു അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത്. അന്ന് കുടുംബ പ്രശ്നങ്ങൾ കാരണമാണ് രാജി എന്നായിരുന്നു വിശദീകരണമെങ്കിൽ ഇപ്പോൾ പുറത്തുവരുന്നത് ലൈംഗിക ആരോപണത്തെ തുടർന്നുള്ള രാജി എന്ന വിവരങ്ങളാണ്. ബിനാലെ ഫൗണ്ടേഷനിൽ ബോസ് കൃഷ്ണമാചാരിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന യുവതിയാണ് പരാതി നൽകിയത്. 2025 ഡിസംബർ 28-ന് നടന്ന സംഭവത്തെ ആസ്പദമാക്കിയാണ് പരാതി. ജോലിയുടെ ഭാഗമെന്ന് വിശ്വസിപ്പിച്ച് ഫോർട്ട് കൊച്ചിയിലെ അപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു വരുത്തിയെന്നും അവിടെ വെച്ച് ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും മോശമായ രീതിയിൽ സ്പർശിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നമുക്കറിയാം ഈ ബിനാലയുടെ തൊട്ട് പിന്നാലെയാണ് ബോസ് കൃഷ്ണമാചാരി ബിനാലെ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സ്ഥാനമൊഴിഞ്ഞത്. അന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം, ആ രാജിക്കത്തിൽ പറഞ്ഞിരുന്ന കാര്യം, ചില കുടുംബപരമായ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് സ്ഥാനമൊഴിയുന്നു എന്നാണ്. പക്ഷേ ഈ സംഭവം നടന്ന് മാസങ്ങൾക്ക് ശേഷം, ഏകദേശം 2 മാസങ്ങൾ പിന്നിടുമ്പോൾ യഥാർത്ഥ ചില വസ്തുതകൾ പുറത്തു വരുന്നു. രാജിക്ക് കാരണം കുടുംബപരമായ പ്രശ്നമല്ല, ലൈംഗിക ആരോപണമാണ്. അതും ബിനാലയിൽ ജോലി ചെയ്തിരുന്ന, അവിടെ സൂപ്പർവൈസറായിരുന്ന, അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു യുവതിയാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ രാജി? ഇക്കാര്യത്തിൽ ബിനാലെ അധികൃതർ എന്താണ് വിശദീകരിക്കുന്നത്? ടോം, 2025 ഡിസംബർ 28-നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് പരാതി നൽകുന്നു ഈ പെൺകുട്ടി, അതായത് ബിനാലയിൽ ഈ ബോസ് കൃഷ്ണമാചാരിയെ അസിസ്റ്റ് ചെയ്തിരുന്ന പെൺകുട്ടിയാണ്. അവര് അതേ ഇതിൽ തന്നെ ജീവനക്കാരിയായി തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക ആരോപണം ഉയരുന്നത് തന്നെ വലിയ ക്രമക്കേട് തന്നെയാണ് അതിൽ കണ്ടെത്തിയിരിക്കുന്നതെന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും പോഷ നിയമപ്രകാരമാണ് ഇതിൽ അധികൃതർ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത്. അധികൃതർ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സ്ഥിരീകരണം നടത്തിയിട്ടുമുണ്ട്. നമുക്കറിയാം, ബിനാലെ അധ്യക്ഷൻ ചെയർമാൻ വി വേണു നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇത്തരത്തിൽ പോഷ നിയമപ്രകാരം ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തെ പ്രത്യേകിച്ചും ഒരേ സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു ലൈംഗിക അതിക്രമ ആരോപണം ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾ, പരാതിക്കാരിയും അല്ലെങ്കിൽ ആർക്കെതിരെയാണോ പരാതി അവരും തമ്മിൽ സമ്പർക്കത്തിനുള്ള സാഹചര്യം ഉണ്ടാകരുതെന്ന് തന്നെയാണ് പോഷ നിയമം സൂചിപ്പിക്കുന്നത്. പോഷ നിയമത്തിന്റെ 2N വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. പരാതി ഫയലിൽ സ്വീകരിച്ചിട്ടുള്ളതുമാണ് നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടുള്ളതും. ബിനാലെ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് കൃഷ്ണമാചാരിയെ മാറ്റി നിർത്തുന്ന, പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ വന്നത്. ആ സമയത്ത് മാധ്യമപ്രവർത്തകരുടെ അദ്ദേഹം പറഞ്ഞത് തന്റെ കുടുംബപരമായ ചില കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്നു എന്നായിരുന്നു. പക്ഷേ പരാതിയുടെ കോപ്പി അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പെൺകുട്ടിയുടെ പരാതിയിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ഇദ്ദേഹം ബോസ് കൃഷ്ണമാചാരി താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് തന്നെ വിളിപ്പിക്കുന്നു. അതും സഹപ്രവർത്തകരുണ്ട് എന്നുള്ള ഒരു ആംബിയൻസ് ഉണ്ടാക്കിയ ശേഷമാണ് കൃഷ്ണമാചാരി അത്തരത്തിലൊരു ക്ഷണം അവിടേക്ക് നടത്തിയത്. ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. ഈ ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അവിടെ ചെന്ന പെൺകുട്ടി അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ ബോസ് കൃഷ്ണമാചാരി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് തനിക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി ഉള്ള ശ്രമമായിരുന്നു എന്ന് തുടർന്നുള്ള സംഭവങ്ങളാണ് തന്നെ വ്യക്തമാകുന്നത്. അങ്ങനെ ആയിരുന്നു, കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു എന്നുള്ളത് തനിക്ക് വ്യക്തമായത് തുടർന്നുണ്ടായ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കുട്ടി കത്തിൽ പറയുന്നുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഇവരോട് ലൈംഗിക ചുവയുള്ള വർത്തമാനങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷമാണ് ശരീരത്തിൽ തൊട്ട് ഉപദ്രവിക്കുന്ന തരത്തിലേക്കും അവരെ ബലമായി ഹഗ് ചെയ്യുന്ന തരത്തിലേക്കുമൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുമെന്ന് പെൺകുട്ടി പരാതി കൃത്യമായി പറയുന്നുണ്ട്. ഈ പരാതിക്ക് ശേഷം ഇതിൻ്റെ ICC ഇന്റേണൽ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളും അന്വേഷണങ്ങളും നടത്തിയത്. ഈ പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ICയുടെ മുന്നിൽ വന്നിട്ട പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബിനാലെ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട ബോസ് കൃഷ്ണമാചാരിക്കെതിരെ പരാതി
നടപടിയെടുത്തിട്ടുള്ളത്. അതേസമയം പോലീസുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള പരാതി, ലൈംഗിക അതിക്രമ പരാതിയൊന്നും ജീവനക്കാരി നൽകിയിട്ടില്ല. ജനുവരിയിലാണ് ഇദ്ദേഹം ബിനാലയിൽ നിന്നും രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. യെസ്, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബിനാലെ ഫൗണ്ടേഷൻ വിശദീകരണം നൽകുന്നുണ്ട്, ചില സ്ഥിരീകരണം നടത്തുന്നുണ്ട്. ഈ ബോസ് കൃഷ്ണമാചാരി രാജിവെക്കാനുള്ള കാരണം ഇന്റേണൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ലൈംഗികാരോപണം ഉണ്ടായിട്ടുണ്ടെന്നും അതും രാജിക്ക് കാരണമായെന്നും ബിനാലെ ഫൗണ്ടേഷൻ ചെയർമാൻ വി വേണു ന്യൂസ് 18 പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഈ ICC അന്വേഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? അതില് തുടങ്ങിയിട്ടുണ്ട്. ICC-ക്കാണല്ലോ പരാതി പോയത്. ICC-യുടെ പരാതിയാണിപ്പോ പുറത്തു വന്നിട്ടുള്ളത്. അതെ. ഓക്കെ, ഞാൻ ആ കുട്ടിയുടെ പരാതിയുടെ ഒരു കോപ്പിയാണ് എന്റെ കയ്യിൽ കിട്ടിയത്. അതെ അതെ, അത് തന്നെയാണ് ഇപ്പൊ എല്ലായിടത്തും ഉള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഈ പോലീസിന് കംപ്ലൈന്റോ അങ്ങനെ വല്ലതും പോയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഞങ്ങളുടെ അറിവിലില്ല. പോലീസിന് കംപ്ലൈന്റ് ഒന്നും പോയിട്ടില്ല. ICC നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ നമുക്കിപ്പം ഈ സ്റ്റേജിൽ പറയാൻ പാടുള്ളൂ. നമുക്കതൊക്കെ മനസ്സിലാകാതല്ലേ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ പോഷ് നിയമപ്രകാരം ആയിരിക്കുമല്ലോ എന്തായാലും സ്വാഭാവികമായിട്ട് പോഷ് പ്രകാരം ആയിരിക്കുമല്ലോ കേസ് എടുത്തിട്ടുണ്ടാവും. ICC-ക്കാണ് പരാതി. പോഷ് ആക്ടിന്റെ കീഴിലുള്ള ICC-ക്കാണ് പരാതി പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, അത് ഈ പോഷ് ആക്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നമുക്ക് പരാതി ലഭിച്ചാൽ വർക്ക് പ്ലേസിൽ നിന്നും അവർ തമ്മിലൊരു ഇന്ററാക്ഷൻ ഉണ്ടാവാൻ പാടില്ല, അതിന്റെ സാഹചര്യം വരാൻ പാടില്ല എന്നുള്ളത് ആക്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം സൈൻ ചെയ്തത്. ആജ്ഞ നമുക്കറിയാം, ഈ 2012 കൊച്ചി ബിനാലെ ആരംഭിക്കുന്നത്. അന്ന് റിയാസ് കോമുവും ബോസ് കൃഷ്ണമാചാരിയും ഒന്നിച്ച് കേരളത്തിൻ്റെ കലയെയും സംസ്കാരത്തെയും ഒക്കെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന രീതി വലിയൊരു പരിപാടിയായിട്ടാണ് ബിനാലെ അവതരിപ്പിക്കുന്നത്. ഈ ബിനാലയുടെ, കൊച്ചി ബിനാലയുടെ വളർച്ചയിൽ, അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഇരുവരും നടത്തിയ ഇടപെടലുകൾ ഏറെ ശ്രദ്ധേയമാണ്. പക്ഷെ നമുക്കറിയാം, ഈ 2018 റിയാസ് കോമുവും സമാനമായ രീതിയിൽ ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് സ്ഥാനമൊഴിഞ്ഞത്. ഇപ്പോൾ അതേ വഴിയിൽ തന്നെ ബോസ് കൃഷ്ണമാചാരിയും പുറത്തേക്ക് പോകുന്നു. പക്ഷെ ഇവിടെ ഒരു മാതൃകാപരമായ കാര്യം മറ്റൊന്നുമല്ല. ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരെ ഒരു ആരോപണം ഉയർന്നപ്പോൾ അപ്പോൾ തന്നെ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു, രാജിക്ക് കളമൊരുക്കുന്നു. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ മറ്റ് സംവിധാനങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ സ്വാധീനമുള്ളവരാണ്, വലിയ രാഷ്ട്രീയ സ്വാധീനം മുതൽ ഇതുപോലുള്ള വലിയ ചുമതലകളിൽ നിൽക്കുന്നവരെയൊക്കെ സാധാരണ സംരക്ഷിക്കുന്ന സമീപനമാണ് ഉത്തരവാദിത്തപ്പെട്ടവർ സ്വീകരിക്കാറുള്ളതെങ്കിൽ ഇവിടെ ഇന്റേണൽ കമ്മിറ്റിക്ക് പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റ് കേസോ അന്വേഷണമോ പോലീസ് പരാതികളോ ഒന്നുമില്ലാതെ തന്നെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മറ്റ് പോലീസ് നടപടിയോ മറ്റോ ഉണ്ടോ? അതായത് ഈ യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള, അതായത് പോലീസിലേക്ക് പരാതി നിലവിൽ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നതെന്നാണ് അദ്ദേഹം വേണു നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ് ഈ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ബിനാലെയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ തരത്തിലുള്ള കൂടിച്ചേരലുകളിലൊക്കെയാണ് ഇത്തരത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പെൺകുട്ടി ഈ ലൈംഗിക അതിക്രമത്തിന് ഇരയാകേണ്ടി വന്ന സാഹചര്യം വെളിപ്പെടുത്തുന്നതും. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ റിയാസ് കോമു ഇത്തരത്തിൽ ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് രാജിവെക്കുന്നത്. അതേസമയം ബോസ് കൃഷ്ണമാചാരി ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ച് കണ്ടത് ഇങ്ങനെയാണ്: ഇത് തൻ്റെ വളർച്ചയ്ക്കെതിരെ അതിൽ അസൂയയുള്ള ചില ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത്. അത് തനിക്ക് ആരാണെന്ന് അറിയാം, പക്ഷേ അത് തന്നെ ഈ അതായത് മുസ്ലിസ് ബിനാലെയുമായി ഉണ്ടാക്കിയിട്ടുള്ള അതിൽ ഉണ്ടാക്കിയിട്ടുള്ള തൻ്റെ കയ്യൊപ്പ് അല്ലെങ്കിൽ താൻ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ അതിൽ അസൂയ പൂണ്ട ശേഷമാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്കും ഇത്തരത്തിൽ തന്നെ തകർക്കുന്ന തരത്തിലേക്കും നീങ്ങിയത് എന്നുള്ളതാണ് ബോസ് കൃഷ്ണമാചാരിയുടെ പ്രതികരണവും അങ്ങനെയാണ്. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം
ഈ പറഞ്ഞതുപോലെ ടോം സൂചിപ്പിച്ചതുപോലെ FIR-മായി ബന്ധപ്പെട്ടുള്ള അല്ലെ പോലീസ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒന്നും മുന്നോട്ട്, അതായത് പോലീസ് സ്റ്റേഷനിൽ ഇത്തരം പരാതികൾ എത്തുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ബിനാലെ ചെയർമാൻ വി വേണു നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. അതേസമയം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമ പരാതി ലഭിച്ച ഒരു സാഹചര്യത്തിൽ തന്നെ അതിന് ഇന്റേണൽ കമ്മിറ്റി അന്വേഷിക്കുകയും അതിൽ അടിയന്തരമായി നടപടി ഉണ്ടാവുകയും ചെയ്തു. പ്രത്യേകിച്ചും ഇതിന്റെ സ്ഥാപക ലീഡർമാരിൽ ഒരാളായിട്ടുള്ള ബോസ് കൃഷ്ണമാചാരിക്കെതിരെ വലിയ ഒരു പരാതി വരുമ്പോൾ അതിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. അത്തരം പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളും അത് അഭിനന്ദനാർഹമാണ് എന്ന് തന്നെ വേണം പറയാൻ. എന്നിരുന്നാലും ഇനി പറഞ്ഞതുപോലെ നേരത്തെ അദ്ദേഹം കുടുംബ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ കുടുംബപരമായ കാരണങ്ങൾ കൊണ്ടാണ് താൻ രാജിവെക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിലും ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ബിനാലയിൽ നിന്നും രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് ICC മാറ്റി നിർത്തി ആയിരുന്നു എന്നുള്ള കാര്യവും വ്യക്തമാകുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന, അതായത് ഈ പരാതിക്കാരിയുടെ ലെറ്ററിന്റെ കോപ്പി അടക്കം നമുക്ക് പുറത്തു വന്നിരുന്ന ഒരു സാഹചര്യത്തിലും അത് ഈ ബിനാലയുടെ അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് വ്യക്തമാണ് ഏത് സാഹചര്യത്തിലാണ് ബോസ് കൃഷ്ണമാചാരി ബിനാലയിൽ നിന്നും പുറത്തായത് എന്ന്. ടോം, യെസ്, അതാണ് ഇവിടെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇവിടെ സ്ത്രീകൾക്ക് സ്വന്തം തൊഴിലിടത്ത് യാതൊരു സുരക്ഷിതത്വവും ഇല്ല എന്നത് മറ്റൊരു വിഷയം തന്നെയാണ്, ഗൗരവമേറിയ വിഷയം തന്നെയാണ്. IFFK-യിൽ ഈ സമീപ നാളുകളിൽ ഉയർന്നു വന്ന ലൈംഗിക ആരോപണം ഇപ്പോൾ കൊച്ചി ബിനാലയിൽ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇദ്ദേഹത്തിന് മുൻപ് റിയാസ് കോമു മാത്രമല്ല, ഈ വർഷം ഇവിടെ ഈ IFFK ബിനാലയിൽ പങ്കെടുത്ത ഒരു കലാകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായ പരാതിയും ഏറെ വാർത്തയായതാണ്. മുംബൈ സ്വദേശിക്കെതിരെയായിരുന്നു പരാതി ഉയർന്നു വന്നത്. ഈ സ്വന്തം തൊഴിലെടുത്ത് പോലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ല. നമുക്കറിയാം, ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങൾക്കൊപ്പം തന്നെ ഇതുപോലുള്ള കലാമേഖലകളിൽ, സാംസ്കാരിക മേഖലകളിലും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടതല്ലേ? അത്തരം ഒരു ഈ ഇന്റേണൽ സ്ക്രീനിങ് കമ്മിറ്റിക്ക് അപ്പുറം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പരാതി സംവിധാനങ്ങൾക്കപ്പുറം ശക്തമായ നിയമ സംവിധാനങ്ങളും ആവശ്യമല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും ഇപ്പോൾ ഒട്ടുമിക്ക സ്ത്രീകളും തൊഴിലിടത്തിലെ സുരക്ഷിതത്വം കൂടുതൽ അതിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നിരുന്നാലും അത് മാറ്റമുണ്ട്. പഴയ കുറച്ചൊരു 5 year ബാക്ക് അപ്പോഴത്തെ ഒരു വർക്കിംഗ് സിറ്റുവേഷൻ അല്ല, അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പോൾ നിലവിലുള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിരുന്നാലും ഇത്തരം പരാതികൾ വരുമ്പോൾ ആ പരാതിയുടെ ആശങ്ക പരിഹരിക്കാൻ അതിനുള്ള ഇന്റേണൽ കമ്മിറ്റിക്ക് കഴിയുന്നുണ്ടോ, അതല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആളുകളാണോ ഈ IC-യിൽ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബിനാലയിലുണ്ടായിരുന്ന പരാതി, മുംബൈ സ്വദേശിനിയായ കലാകാരി നൽകിയിരുന്ന പരാതി, അത്തരത്തിൽ IFFK-യിൽ ഉണ്ടായ പരാതി, ഇത്തരം അതായത് ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്നു. അത് ഇത്രയും സാംസ്കാരികപരമായിട്ടുള്ള പശ്ചാത്തലത്തിലായാലും അതല്ലെങ്കിൽ കുറെ കൂടി ഫോർവേഡ് ആയുള്ള ആളുകൾക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള മൂല്യച്യുതികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനമായി ഇത് ചൂണ്ടിക്കാട്ടുന്നത് എന്ന് വേണം പറയാൻ. അത് ഒപ്പം ജോലി ചെയ്യുന്ന സ്ത്രീയെ ശരിക്കും ലൈംഗിക അതിക്രമം നടത്തുന്ന തരത്തിലുള്ള മാനസികാവസ്ഥ, അതല്ലെങ്കിൽ അവരുടെ ഈ ജൂനിയോറിറ്റി കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിൽ അവരെ സ്വാധീനിക്കാം, തനിക്ക് ഈ തരത്തിൽ താൻ കുറച്ചുകൂടി തലപ്പത്തിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ തന്നെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇവരുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ അവരിൽ ഉണ്ടാക്കിക്കൊണ്ട് അവരെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്ന തരത്തിലുള്ള അത്തരം പ്രവണതകളൊക്കെ ഏറെയാണ്. അതിനെതിരെ ഈ ശക്തമായിട്ടുള്ള ഇന്റേണൽ കമ്മിറ്റി വരണം. ഇന്റേണൽ കമ്മിറ്റി കൊണ്ട് മാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പരാതിയിൽ തന്നെ പറയുന്നതും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പുറത്തെത്തിയിട്ടില്ല. കൃഷ്ണമാചാരിയെ അവിടെ നിന്നും മാറ്റണമെന്നാണ് പ്രധാനമായും പരാതിക്കാരി
ഈ കത്തിലൂടെ അധികൃതർക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്തരത്തിൽ നിയമ സംവിധാനത്തിലേക്ക് വരുന്നുണ്ടോ, അതല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, മറ്റ് ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ, അത്തരം കാര്യങ്ങളിലേക്ക് അത് നിയമ സംവിധാനത്തിൻ്റെ ഒരു കാഴ്ചപരിധിയിലേക്ക് ഇത് എത്തുന്നുണ്ടോ, ഈ റഡാറിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ആലോചിക്കേണ്ടത്. അത് അതോറിറ്റി തന്നെ വളരെ കൃത്യമായി ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകാത്ത അതോറിറ്റികളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടും ഇത്തരം നിരവധി പരാതികൾ ഉയർന്നു വന്നതാണ്. സിനിമാ സെറ്റുകളിലെ ICയുടെ ആവശ്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നപ്പോഴും അത് എവിടെ വരെ എത്തി എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. പ്രത്യേകിച്ചും വർക്ക് സ്പേസിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയും തൊഴിൽ പരമായിട്ടുള്ള സംരക്ഷണവും അതുപോലെ തന്നെ ലൈംഗികപരമായിട്ടുള്ള സംരക്ഷണവും ഇതൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളത് അത് ഈ പറയുന്ന അതോറിറ്റിക്ക് അതിൽ നിക്ഷിപ്തമാണ്. അത് ഉറപ്പുവരുന്നുണ്ടോ, അതല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പരാതി ഉള്ളപ്പോൾ, തനിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്നുള്ള പരാതി ഉണ്ടാകുമ്പോൾ അതിന് ആ സ്ത്രീയുടെ പരാതിയെ അല്ലെങ്കിൽ ആശങ്ക പരിഹരിക്കുന്ന തരത്തിലേക്ക് ഇത്തരം പരാതി ICCക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത്തരം ഇടപെടലുകൾ ഈ പറഞ്ഞതുപോലെ ഈ പക്ഷപാതരഹിതമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ഇന്റേണൽ കമ്മിറ്റി കൊണ്ട് മാത്രം അവസാനിക്കുന്ന തരത്തിലേക്ക് ഇത്തരം പരാതികൾ മാറുന്നുണ്ടോ, അതല്ലെങ്കിൽ ഈ പരാതിക്കാരിയെയും ആർക്കെതിരെയാണോ പരാതി ഉന്നയിച്ചത് അവരും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇത്തരം പരാതികൾ അവസാനിച്ചു പോകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്നിരുന്നാലും ഇവിടെ ഇപ്പോൾ ഈ ബിനാലെയുമായി ബന്ധപ്പെട്ട് ശ്രീ വി വേണു പറഞ്ഞതുപോലെ ഇത് ഈ പോഷിൻ്റെ ICCക്കാണ് ഈ പരാതി എത്തിയിട്ടുള്ളത്. അതിന് കൃത്യമായി അതിന് നൽകാവുന്ന പരിഗണനയോടുകൂടി ആ പരാതി അവർ പരിഹരിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ അവരുടെ പരിധിയിൽ നിന്നിട്ട് ആ പരാതി എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള കാര്യം അവരത് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. പക്ഷേ അവിടെ നിന്നും പരാതിക്കാരി അവിടെ കൊണ്ട് അവസാനിപ്പിച്ചോ, അതല്ലെങ്കിൽ ഈ ബോസ് കൃഷ്ണമാചാര്യയുടെ രാജി മാത്രമാണോ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ള ചോദ്യം ബാക്കിയാവുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതും ബോസ് കൃഷ്ണമാചാര്യയുടെ പ്രതികരണം അങ്ങനെയാണ്, തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കുക, അതല്ലെങ്കിൽ താൻ ഈ ബിനാലെയുമായി ബന്ധപ്പെട്ട് താൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇടം തനിക്ക് ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തനിക്കെതിരെ ഉണ്ടാക്കിയ ഒരു ആരോപണം മാത്രമാണ് എന്ന് തന്നെയാണ്. അതിന്റെ പിന്നിൽ ആരൊക്കെയാണ് തനിക്ക് അറിയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ആരോപണമാണോ എന്നുള്ള കാര്യങ്ങളും ബാക്കിയുണ്ട്. കാരണം ഇത്തരം പരാതികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന എന്തായാലും ഇതിന്റെ വസ്തുത എന്താണെന്ന് പുറത്തു വരണം. ഈ പരാതിക്കാരി പോലീസിൽ പരാതി നൽകുമോ, മറ്റു തുടർ നടപടികൾ ഉണ്ടാകുമോ, ഇതും അറിയേണ്ടതാണ്. ഇനി സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ എന്ന ട്രംപിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായിരിക്കുന്നു. ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ US ഇസ്രായേൽ സംയുക്ത സൈന്യം ആക്രമിച്ചു. ആക്രമണം രാജ്യത്തെ കാര്യമായി ബാധിച്ചില്ലെന്ന് ഇറാൻ ഊർജ്ജ മന്ത്രി അബ്ബാസ് അരിയാബ്ജി അവകാശപ്പെട്ടു. അമേരിക്ക വൻ കുടുക്കിലകപ്പെട്ടുവെന്നും കണ്ണിന് പകരം തലയെടുക്കുമെന്നും ഇറാൻ പ്രതിരോധ മന്ത്രി മുഹ്സിൻ റസായി പ്രസ്താവിച്ചു. ലബനിലും ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിനോദ്, ഇന്നലെ ഇറാന്റെ ഭാഗത്തു നിന്നായിരുന്നു ശക്തമായ ആക്രമണമെങ്കിൽ ഇന്ന് US ഇസ്രായേൽ സംയുക്ത സൈന്യം ഇറാന് മേൽ ആക്രമണം നടത്തുന്നു. അവരുടെ ഊർജ കേന്ദ്രങ്ങളിലേക്ക് കടന്നാക്രമണം. വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അതോ ഇറാൻ അവകാശപ്പെടുന്നത് പോലെ കാര്യമായി വലിയ നഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? ടോം, ട്രംപിന്റെ പ്രസ്താവന പൂർണ്ണമായും തെറ്റി എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം വളരെ വൈകാതെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാന് നേരെ ആക്രമണം നടക്കുകയായിരുന്നു. തൊട്ട് പിന്നാലെ ഇറാനും തിരിച്ചടിച്ചു. ടെൽ അവീവിലേക്ക് ഏതാണ്ട് 100 കിലോ ഭാരമുള്ള പോർമിനോ വഹിച്ച മിസൈലാണ് പതിച്ചത്. ആ തരത്തിൽ വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. ഇപ്പോൾ മുഹ്സിൻ റൈസായി ഇറാൻ്റെ പ്രതിരോധ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു പ്രസ്താവന കൂടി വന്നിരിക്കുന്നു. കണ്ണിന് കണ്ണ് എന്ന ഒരു രീതിക്ക് പകരം കണ്ണിന് തല എന്ന രീതിയിലേക്ക് ഇറാൻ മാറുകയാണ്. അമേരിക്കയെ പൂർണ്ണമായും തകർക്കും എന്ന ഒരു യുദ്ധപ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ അശാന്തിയുടെ ആ കാർമേഘം മാറുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബഹ്റൈനിൽ ഇന്ന് ഒരാൾ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഈ ഒരു കരാറുകാരനാണ്, മറ്റൊരു രാജ്യത്തു നിന്നുള്ളൊരു കരാറുകാരനാണ് കൊല്ലപ്പെട്ടതെന്ന വിവരമാണ് ബഹ്റൈനിൽ നിന്ന് പുറത്തു വരുന്നത്. ആ തരത്തിൽ സൗദിയിലും UAE-യിലും ഖത്തറിലും കുവൈറ്റിലും അടക്കം പലപ്പോഴായി ഈ മിസൈലിൻ്റെയൊക്കെ ഭാഗങ്ങൾ വീഴുന്ന
അല്ലെങ്കിൽ അവിടുത്തെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുന്ന രീതി ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിനിടയിലാണ് പാകിസ്ഥാൻ ഇതിനിടയിൽ സമാധാന ചർച്ചകൾക്ക് വരുന്നു എന്ന ചില വിവരങ്ങൾ വരുന്നത്. പാക് സൈനിക മേധാവി അസം മുനീറിനെ ട്രംപ് ടെലിഫോണിൽ ബന്ധപ്പെട്ടു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇറാനുമായി ഏതാണ്ട് 1000 കിലോമീറ്റർ അതിർത്തി പാകിസ്ഥാൻ പങ്കിടുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ കുറേ കാലമായി ഈ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അമേരിക്ക പാകിസ്ഥാനുമായി ചില ബന്ധങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ഇന്ത്യക്ക് അനുകൂലമല്ലാത്ത തരത്തിലാണ് അങ്ങനെയുള്ള ചില സൗഹൃദം പാകിസ്ഥാനുമായി അമേരിക്ക വെച്ച് പുലർത്തുന്നത്. പഹൽഗാം തീവ്രവാദ കേസോടുകൂടി അല്ലെങ്കിൽ ആ ഭീകരാക്രമണത്തോടുകൂടി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാന് കൂടുതൽ തീവ്രവാദ രാജ്യമെന്ന പരിവേഷമുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു മോചനം എന്ന നിലയ്ക്ക് പാകിസ്ഥാനും ഈ അവസരത്തെ കാണുന്നു, അത് മുതലെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇസ്ലാമാബാദിൽ ചർച്ചകൾക്ക് തയ്യാറാണ്, അല്ലെങ്കിൽ വേദിയൊരുക്കാമെന്നൊരു ഉറപ്പാണ് പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത്. ജെഡി വാൻസ് ഉൾപ്പെടെ അമേരിക്കയുടെ പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് എത്തുമെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഹോർമുസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിർദ്ദേശങ്ങൾ, ഏതാണ്ട് 15 നിർദ്ദേശങ്ങൾ ഇപ്പോൾ ട്രംപ് ഇറാന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് പാലിച്ചാൽ യുദ്ധം പൂർണ്ണമായും ഒഴിവാക്കാമെന്ന ഒരു നിർദ്ദേശമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നതാണ്. തീവ്രവാദം എന്ന് പറഞ്ഞു തുടങ്ങിയ കാര്യം ഏറ്റവും ഒടുവിൽ ഹോർമൂസിൽ അധികാരം പങ്കിടുന്ന നിലയിലേക്ക് അമേരിക്ക കൊണ്ടുപോകുന്നു എന്നൊരു വസ്തുത കൂടിയുണ്ട്. ആദ്യം പറഞ്ഞത് തീവ്രവാദമാണെങ്കിലും ഏറ്റവും ഒടുവിൽ ഒരു കച്ചവടക്കണ്ണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന കാര്യമാണ് കൂടുതൽ പ്രബലമാകുന്നത്. ഈ 15 നിർദ്ദേശങ്ങളിൽ പറയുന്നത് ഹമാസിന് ഫണ്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കണം, അതുപോലെ തന്നെ ഈ ഹൂതി വിഭാഗത്തിന് ഫണ്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കണം. ലെബനനിൽ ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. ഇറാനെ അനുകൂലിച്ചുള്ള വിമത സേനാ വിഭാഗം ലെബനനിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്. അവിടെ തിരിച്ചടി നടക്കുന്നുണ്ട്. ഏതാണ്ട് 1000-ഓളം മരണങ്ങൾ കഴിഞ്ഞ ദിവസം മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹമാസിന് ഇറാൻ വഴിവിട്ട് സഹായം നൽകുന്നു. അതുകൊണ്ടാണ് ഈ പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം അല്ലെങ്കിൽ അത് ഒരിക്കലും അവസാനിക്കാതെ ഗസ എന്നും ഒരു അശാന്തിയുടെ തീരമായി മാറുന്നത്, മുനമ്പായി മാറുന്നത് അതുകൊണ്ടാണെന്ന ആരോപണം അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു. ഇത്തരം കാര്യങ്ങൾ മറ്റൊന്ന് ഈ ഹോർമൂസിലൂടെയുള്ള യാത്രാ സംവിധാനത്തിന് മേൽ കൂടുതൽ അധികാരം പുലർത്തരുത്. തങ്ങളുടെ സഖ്യരാഷ്ട്രങ്ങൾക്ക്, അതായത് മറ്റ് ഗൾഫ് രാജ്യങ്ങളുണ്ട്, അവർക്കെല്ലാം തന്നെ സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ഇറാൻ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ സൗദിയുടെ ഒരു നിലപാട് അത് വളരെ നിർണായകമായി മാറുന്നുണ്ട്. ഇതിൽ മുഹമ്മദ് ബിൻ സൽമാൻ, സൗദി ഭരണാധികാരി, അദ്ദേഹം അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് യുദ്ധം അവസാനിപ്പിക്കരുത് എന്ന് മാത്രമല്ല കരയുദ്ധത്തിലേക്ക് പോകണം എന്ന കാര്യമാണ്. ജെറാൾഡ് ഫോർഡ് എന്ന അമേരിക്കയുടെ അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിനോദ് സൂചിപ്പിച്ചതുപോലെ സൗദിയുടെ കിരീടാവകാശിയാണ് മുഹമ്മദ് ബിൻ സൽമാൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ അവസരമാണ്, ചരിത്രപരമായ അവസരമാണ്. തീവ്ര നിലപാടുള്ള ഇറാന്റെ ഭരണകൂടത്തിനെതിരെ യുദ്ധം തുടരണമെന്ന്. ഒരുപക്ഷെ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചത് ഇറാൻ അവർക്ക് മേൽ, അതായത് അമേരിക്കയുമായി അടുപ്പമുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം നടത്തുന്നതാണോ സൗദി പോലുള്ള രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുന്നത്? അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇത്രയധികം പിന്തുണയുമായി, അവർ പരസ്യ പിന്തുണയുമായി രംഗത്തെത്താനുള്ള കാരണം അതായിരിക്കുമോ? ടോം, 4 ആഴ്ച കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനം. ഇറാൻ്റെ സൈനിക ശേഷിയിൽ അവർക്ക് അത്ര കണ്ട് വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും ആക്രമണത്തിൻ്റെ സ്വഭാവം ഇറാൻ മാറ്റുകയായിരുന്നു. ഡിഗോ ഗാർഷ്യ എന്ന ദ്വീപ് ആക്രമിച്ചതോടുകൂടിയാണ് അമേരിക്കയും ഇസ്രായേലുമൊക്കെ ഒന്ന് പരുങ്ങുന്നത്. കാരണം 4000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന മിസൈലാണ് ഡിഗോ ഗാർഷ്യയിൽ അവർ വിക്ഷേപിച്ചത്, അല്ലെങ്കിൽ അവിടെ ആക്രമണത്തിന് ഉപയോഗിച്ചത്. ഡിഗോ ഗാർഷ്യ എന്നത് വളരെ സുപ്രധാനമായ ഒരു സൈനിക കേന്ദ്രമാണ്. അമേരിക്കയുടെയും UK-യുടെയും നേതൃത്വത്തിലുള്ള ഒരു സൈനിക താവളം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 4000 കിലോമീറ്റർ പരിധി എന്നത് സ്വാഭാവികമായും യൂറോപ്യൻ രാജ്യങ്ങളെയും ആഫ്രിക്കനിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളെയും ഒക്കെ തന്നെ ആക്രമിക്കാൻ തരത്തിലുള്ള ശേഷി ഇറാൻ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വസ്തുതയായി മാറി. 2000 കിലോമീറ്റർ പരിധി വരെയൊക്കെയാണ് പരമാവധി ഇറാൻ്റെ മിസൈൽ ശേഖരത്തിലുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ശേഷി എന്ന ഒരു കരുതലിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്ന കാഴ്ച. മാത്രമല്ല ഇറാൻ അമേരിക്ക ഇസ്രായേൽ സഖ്യസേനയെ മാത്രമല്ല ഇതുവരെ ആക്രമിച്ചത്, മറ്റ് രാജ്യങ്ങളെ, അത്
സൗദി ആകട്ടെ, ഖത്തറാകട്ടെ, കുവൈറ്റ് ആകട്ടെ, ബഹ്റൈൻ ആകട്ടെ, UAE അബുദാബിയും ദുബായും ഉൾപ്പെടെ UAE രാജ്യങ്ങളെ ആകട്ടെ, ഒമാനെ ആകട്ടെ, അങ്ങനെ വ്യാപകമായി സമീപ രാജ്യങ്ങളെ ആക്രമിക്കുന്ന നിലയിലേക്ക് ഇറാൻ മാറി. അത് കൃത്യമായ ആയുധശേഷിയുള്ള ഒരു രാജ്യത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. അവിടെയാണ് ഈ 5 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ എന്നത് അമേരിക്കയുടെ ഒരു തന്ത്രമായി ഇറാൻ കണക്കാക്കുന്നത്. കാരണം ജെറാൾഡ് ഫോർഡ് പോലുള്ള കപ്പലുകൾ അറ്റകുറ്റപ്പണികൾക്കായി ഇറാൻ തീരത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിന് പകരം ബോക്സർ എന്ന മറ്റൊരു യുദ്ധക്കപ്പൽ വരുന്നുണ്ട്. ഇബ്രാഹിം ലിങ്കൺ ഇപ്പോഴും ഇറാൻ തീരത്ത് തുടരുന്നു. മറ്റ് 3 യുദ്ധക്കപ്പലുകൾ കൂടി വരുന്നുണ്ട്. പ്രധാനമായും ഇറാൻ്റെ ഈ എണ്ണ വ്യാപാരത്തെ ആക്രമിക്കുക എന്നത് തന്നെയാണ് ഇവരുടെ പ്രധാനമായ ലക്ഷ്യം. അതിൽ തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണ്ണ് എന്ന കാര്യം വരുന്നു. മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരണം, അത് ഊർജ്ജ ആവശ്യങ്ങൾക്കാണെന്ന കാര്യം ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. അത് വിശ്വസിക്കാതെ അല്ലെങ്കിൽ അത് മുഖവിലേക്ക് എടുക്കാതെ ഇത് ആണവശക്തിയാകാനുള്ള ഇറാൻ്റെ നീക്കമാണ് എന്ന് കരുതി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഈ സഖ്യസേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക ഇപ്പോൾ പുതുതായി ഒരു 1000 സൈനികരെ കൂടി അയക്കുന്നുവെന്ന വിവരം. എലൈറ്റ് വിഭാഗമായ 81-ാം എയർബേസ് ഡിവിഷനിൽ നിന്നുള്ള സൈനികരെ കൂടി ഇറാൻ തീരത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരുപക്ഷെ കരയുദ്ധം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ സൈനികരെ കൂടുതലായി വിന്യസിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ടോം, വ്യക്തമാണ്. BB വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ലൈവ് തുടരുന്നു. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി U പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശവുമായി UDF നേതാവ്. വികസന പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാതെ വാക്ചാതുര്യം കൊണ്ടും ശരീര അഴക് കൊണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെന്നാണ് UDF മണ്ഡലം കൺവീനറും മുസ്ലിം ലീഗ് നേതാവുമായ ഇർഷാദ് ചക്കാലശ്ശേരിയുടെ പരാമർശം. ഇന്നലെ കായംകുളത്ത് വെച്ച് നടന്ന UDF കൺവെൻഷനിലായിരുന്നു സ്ത്രീവിരുദ്ധ പരാമർശം. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാക്ക് ചാതുര്യം കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹിതൻ ചേരുന്നുണ്ട്. ശരണ്യ, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ വീറും വാശിയും അതിശക്തമായിട്ടുള്ള മത്സരമൊക്കെ കായംകുളത്തുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നലെ M. ലിജുവിൻ്റെ വൈകാരികമായ UDF സ്ഥാനാർത്ഥി M. ലിജുവിൻ്റെ വൈകാരികമായ ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ വൈറലായതാണ്. പക്ഷെ അതിന് പിന്നെ UDFന് അവിടെ ഒരു ചെറിയ മേൽക്കൈ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ ലിജുവിന് അനുകൂലമായൊരു തരംഗമൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് UDFിൻ്റെ ഭാഗത്തു നിന്ന്, മുസ്ലിം ലീഗ് നേതാവിൻ്റെ ഭാഗത്തു നിന്ന് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ, LDF സ്ഥാനാർത്ഥിക്കെതിരെ ഈ രീതിയിലുള്ളൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഇത് ഏത് രീതിയിലായിരിക്കും പ്രതിഫലിക്കുക? മാത്രമല്ല പ്രതിഭ ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ UDFിന്റെ കൺവെൻഷൻ, അതായത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കായംകുളത്ത് വെച്ച് നടന്നിരുന്നു. KC വേണുഗോപാൽ ആയിരുന്നു അത് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ആ വേദിയിൽ വെച്ചാണ് ലിജുവിന്റെ ഒരു വൈകാരികമായി അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിരന്തരം പരാജയപ്പെടുന്നതും എന്നാൽ ഒരു തവണ കൂടി ഒരു അവസരം നൽകണം എന്നുള്ള വൈകാരികമായ അദ്ദേഹത്തിന്റെ വാക്കുകൾ പുറത്തേക്ക് വരുന്നത്. അത് വലിയ രീതിയിൽ ഒരു പ്രചാരണമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ലിജുവിന് അനുകൂലമായ രീതിയിലുള്ള ഒരു പ്രതികരണമായി അത് മാറുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ആ വേദിയിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. LDFിന്റെ കൺവീനറായ ലീഗ് നേതാവ് കൂടിയായ ഇർഷാദാണ് ഇത്തരത്തിലൊരു സ്ത്രീ വിരുദ്ധ പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അത് പ്രതിഭയെ സംബന്ധിച്ചുള്ള വികസനങ്ങളുടെ കാര്യത്തിനകത്ത് കായംകുളത്ത് വികസനങ്ങൾ ഉണ്ടായിട്ടില്ല, മറിച്ച് അവരുടെ വാക്ചാതുരിയും ഒപ്പം തന്നെ ശരീര ഭംഗിയും അല്ലെങ്കിൽ ശരീര അഴകും കൊണ്ട് ആണ് അവരത് വിൽപ്പനയ്ക്ക് വെച്ചാണ് അത്തരത്തിൽ ഒരു ഇതിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു പരാമർശം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കായംകുളത്ത് ഇത്തവണ വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലമാണ്. നിലവിൽ അവിടെ സിറ്റിംഗ് MLA LDF ആണെങ്കിൽ പോലും
ഇപ്പോൾ അത് നല്ലൊരു മത്സരത്തിലേക്ക് കായംകുളം എത്തിയിട്ടുണ്ട്. അവിടെയാണ് UDFന്റെ ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പരാമർശം അതൊരു സ്ത്രീവിരുദ്ധ പരാമർശം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അത് സ്ത്രീവിരുദ്ധമാണ്. കാരണം ആ രീതിയിലൊരു തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി ഈ രീതിയിൽ വിശകലനം ചെയ്തത് തെറ്റാണ്. അത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായി മാറുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ലീഗ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് വന്ന നാവുപിഴ ഇപ്പോൾ UDFന് മറ്റൊരു തരത്തിൽ തലവേദന സൃഷ്ടിക്കുന്നു എന്നുള്ളത് തന്നെ പറയാം. അതിനപ്പുറത്തേക്ക് അതൊരു സ്ത്രീവിരുദ്ധ പരാമർശമായിരുന്നു. MLA അല്ലെങ്കിൽ സിറ്റിംഗ് MLA അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആ രീതിയിൽ, പ്രത്യേകിച്ച് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ആ രീതിയിൽ വിശകലനം ചെയ്തത് തീർത്തും തെറ്റാണ്. അത് ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കായംകുളത്ത്. തീർച്ചയായും അത് ആർക്കെതിരെയാണെങ്കിലും, ഏത് സ്ഥാനാർത്ഥിക്കെതിരെയാണെങ്കിലും, അത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കറിയാം ശരണ്യ, ഈ സമീപകാലത്ത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വീറും വാശിയൊക്കെ ഉയർന്നു വരുമ്പോൾ ഈ രീതിയിൽ പലരുടെയും വാക്കുകൾ പരിധി വിട്ടു പോകാറുണ്ട്. മാത്രമല്ല നമുക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KJ ഷൈനെതിരായിട്ടുള്ള അതിനുശേഷം ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ വളരെ മോശമായിട്ടുള്ള തെറ്റായിട്ടുള്ളൊരു പ്രവണതയായിരുന്നു. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്താൻ നോക്കിയ സംഭവങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ശക്തമായ നടപടി വേണ്ടതാണ്. പക്ഷെ ഇവിടെ രാഷ്ട്രീയം നോക്കിയാണ് പലപ്പോഴും നടപടി സ്വീകരിക്കാറുള്ളത്. അവിടെ ഭരണപക്ഷത്തെ നേതാക്കൾക്കെതിരെയാണ് ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ഉയരുന്നതെങ്കിൽ നടപടികളുണ്ടാകും, ശക്തമായ നടപടികളുണ്ടാകും. കാരണം KJ ഷൈൻ ടീച്ചർക്കെതിരായിട്ടുള്ള ആരോപണത്തിൽ ഇന്നലെയാണ് കൊണ്ടോട്ടി അബു എന്ന ഒരു സോഷ്യൽ മീഡിയ പേജിൻ്റെ അഡ്മിനെതിരെ നടപടി സ്വീകരിച്ചത്. വിദേശത്തായിരുന്ന ആൾ നാട്ടിലെത്തിയപ്പോൾ അറസ്റ്റ് ചെയ്തത്. ഇവിടെയും നടപടി സ്വീകരിക്കേണ്ടതാണ്, നിയമ നടപടികൾ വേണ്ടതാണ്. പക്ഷെ അവിടെ രാഷ്ട്രീയം പാടില്ല. രാഷ്ട്രീയത്തിന് അതീതമായി ആർക്കെതിരെ ഈ രീതിയിലുള്ള തെറ്റായ പ്രവണത, തെറ്റായ പരാമർശങ്ങൾ ഉണ്ടായാലും നടപടി സ്വീകരിക്കേണ്ടതല്ലേ? അതുകൊണ്ടല്ലേ ഈ ശക്തമായ നടപടികൾ ഇല്ലാതെ വരുമ്പോഴല്ലേ വീണ്ടും ഇതുപോലുള്ള അല്ലെങ്കിൽ നാവ് പിഴ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയുമെങ്കിൽ പോലും ഇതുപോലുള്ള ഗുരുതരമായ വീഴ്ചകൾ സംഭവിക്കുന്നത്, ആവർത്തിക്കപ്പെടുന്നത്? തീർച്ചയായിട്ടും ഇത് ഈ ലീഗ് നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായ തികച്ചും സ്ത്രീവിരുദ്ധമായ പരാമർശം തന്നെയായിരുന്നു. കാരണം ശരീരത്തിന്റെ അളവുകോലുകൾ വെച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു സ്ത്രീ അഭിമുഖീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ മോശം പ്രയോഗം തന്നെയാണ് ലീഗ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ UDFനെ വളരെയധികം കായംകുളത്ത് ഒരു കാലത്തും കാണാത്ത രീതിയിൽ UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ അവർ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ലിജു നേരത്തെ അവിടെ മത്സരിച്ച ഒരാളാണ്. ഇന്നലെ ലിജു അതിവൈകാരികമായി തന്റെ ഇത്രയധികം പ്രവർത്തിച്ചിട്ടും തെരഞ്ഞെടുപ്പിൽ പരാജയത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഒരു പ്രതികരണമൊക്കെ നടത്തുകയും അത് വളരെ വൈകാരികമായി പ്രവർത്തകരൊക്കെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിലൊരു ആ പ്രതികരണം അടക്കം ഒരു മേൽക്കൈ നൽകുന്ന ഘട്ടത്തിലാണ് ഇതൊരു തിരിച്ചടി എന്ന പോലെ ഇങ്ങനെ ഒരു പ്രതികരണം ഇർഷാദിന്റെ ഭാഗത്തുനിന്ന് ലീഗ് നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തീർച്ചയായും പ്രതിഭ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. അല്പസമയം മുമ്പാണ് നവമാധ്യമങ്ങളിലൂടെ ഈ വീഡിയോ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് കൂടാണ്ട് ഇപ്പോൾ മറ്റ് നിയമ നടപടികളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിനെ കുറിച്ച് MLA ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ വളരെ മോശമായ ഒരു പദപ്രയോഗവും വാക്കുകളുമായിരുന്നു ലീഗ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് പറയാം. അത് UDFന് തന്നെ ഒരു പിന്നോട്ടടിക്കുന്ന രീതിയിൽ ഉള്ള ഒരു പദപ്രയോഗമായിരുന്നു. അത് ഒരു സമൂഹത്തിന് ചേരാത്ത രീതിയിലുള്ള വിവരണമായി അത് മാറുന്നു എന്നുള്ളതാണ്. തീർച്ചയായും എന്തായാലും ശരണി സൂചിപ്പിച്ചതുപോലെ, കാരണം മറുവശത്ത് മുഖ്യമന്ത്രിയുടെ ചില പരാമർശങ്ങൾ, ഈ ചെറ്റത്തനം പോലുള്ള വിവാദ പരാമർശങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDF വലിയ രീതിയിൽ ചർച്ചയാക്കുമ്പോഴാണ് മറുവശത്ത് UDFന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ളൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിരിക്കുന്നത്. UDF നേതൃത്വമോ അതല്ലെങ്കിൽ ഈ ലീഗ് നേതാവോ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകുന്നുണ്ടോ? തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു തിരുത്തൽ നടത്താനോ അല്ലെങ്കിൽ ഒരു മാപ്പ് പറയാനോ ഖേദം പ്രകടിപ്പിക്കാനോ അദ്ദേഹം തയ്യാറാകുമോ? തീർച്ചയായും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവർക്ക് പോകേണ്ടി വരും. കാരണം പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം
പ്രതിഭ കായംകുളത്ത് ആലപ്പുഴ ജില്ലയിൽ വികസനത്തിന്റെ കാര്യത്തിൽ കായംകുളത്ത് MLA ആയി 3 ടേമുകൾ തുടർന്നെങ്കിലും പ്രതിഭ ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിനപ്പുറത്തേക്ക് എത്രമാത്രം വികസന കാര്യങ്ങളിലേക്ക് പോയി എന്നുള്ള കാര്യത്തിനകത്ത് ചൂണ്ടിക്കാട്ടി UDF അവിടെ വലിയൊരു ക്യാമ്പയിൻ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ആ ഒരു ക്യാമ്പയിൻ ആകെ തിരിച്ചടിയാകുന്ന രീതിയിലായിരുന്നു ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ രീതിയിൽ അതിന് തിരുത്തേണ്ട ഉത്തരവാദിത്വം UDF-നുണ്ട്. അവർ തിരുത്തേണ്ടതായി വരും എന്നുള്ളതാണ്. അത് തിരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്ന ഒരു പരാമർശമല്ലായിരുന്നു ഉണ്ടായത്. മറ്റൊന്ന് വളരെ തെറ്റാണ്. സ്ത്രീയെ കുറിച്ച് ആ രീതിയിൽ ഉള്ള വാചകം ഉപയോഗിച്ച് അവരെ വിശദീകരിക്കുക അല്ലെങ്കിൽ അവരെ അങ്ങനെ പറയുക എന്നുള്ളത് മോശമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും UDF-ന് അത് തിരുത്തേണ്ടതായി വരും. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നാവുപിഴയായി തന്നെ നമുക്ക് പറയാം. പിന്നെ UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ല എന്നുള്ളത് ആണ് അവർക്കൊരു ആശ്വാസകരമായി ഉള്ളത്. ഇത് അവിടെ പ്രാദേശികമായുള്ള ഈ ലീഗിന്റെ ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നാണ് ഈ പാളിച്ച വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്കിൽ പോലും UDF അത് തിരുത്തേണ്ടി വരും. അവർ തിരുത്തുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. അത് ഏത് നേതാവിനെതിരെയാണെങ്കിലും ഇതുപോലുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയില്ല. പൊതുസമൂഹം അത് അംഗീകരിക്കില്ല. കാരണം അങ്ങനെയാണ് നിങ്ങളുടെ രാഷ്ട്രീയത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്, ജനങ്ങൾ വിശകലനം ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടും പിന്തുണയുമൊക്കെ. നമുക്കറിയാം, ഒരു വശത്ത് UDF മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളെ വിമർശിക്കുമ്പോഴാണ് മറുവശത്ത് ഇതുപോലുള്ള തെറ്റായ പ്രവണതകൾ അല്ലെങ്കിൽ തെറ്റായ പരാമർശങ്ങൾ UDF നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് ഏറെ ഗൗരവമായി തന്നെ UDF നേതൃത്വം കാണേണ്ടതാണ്. തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തേണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ ആദ്യ പരാതിക്കാരിക്കെതിരായ ഹൈക്കോടതി ഉത്തരവിലെ പരാമർശങ്ങൾ നീക്കി സുപ്രീം കോടതിയുടെ നടപടി. വിചാരണയെ ബാധിക്കുന്നതാണ് പരാമർശമെന്ന പരാതിക്കാരിയുടെ വാദം അംഗീകരിച്ചാണ് നടപടി. ഹർജി കോടതി തീർപ്പാക്കി. ജസ്റ്റിസ് MM സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. എന്നാൽ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി ഇടപെട്ടിട്ടില്ല. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഈ ആദ്യ പരാതിക്കാരിയും കക്ഷി ചേർന്ന് ഈ രീതിയിൽ ഒരു ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. അതായത് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ, ആദ്യ പരാതിക്കാർക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ നീക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തു. എന്താണെന്ന് കോടതിയിൽ സംഭവിച്ചത്? എന്താണ് കോടതിയിൽ നിന്ന് ഭാഗത്തുനിന്നുള്ള ഇടപെടലുകൾ, നടപടികൾ? ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികതയാണ് എന്നുള്ള ഒരു വിലയിരുത്തലായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പരാതിക്കാരിക്കെതിരെ പ്രധാനമായി ഉയർന്നു വന്ന കോടതിയുടെ പരാമർശം അതായിരുന്നു. ആ പരാമർശം നീക്കണം, അത് ദോഷം ചെയ്യും, അതായത് തുടർന്നുള്ള വിചാരണകളിൽ ഇക്കാര്യം ദോഷം ചെയ്യുമെന്ന് തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇതിൽ ഇടപെടൽ നടത്തുന്നതും പരാതിക്കാരിക്കെതിരെ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ നീക്കം ചെയ്യുന്ന നടപടിക്രമത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. പരാതിക്കാരി തന്നെ ഇത് ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. ഹർജി കോടതി തീർപ്പാക്കിയിട്ടുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യത്തിൽ സുപ്രീം കോടതി ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ജസ്റ്റിസ് MM സുന്ദരേഷിന്റെ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ നടപടിക്രമങ്ങൾ. അതേസമയം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരാമർശമായിരുന്നു ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പരാതിക്കാരിക്കെതിരെ ഉയർന്നത്. പ്രത്യേകിച്ചും ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികതയുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാതികൾ നിയമ സംവിധാനത്തിന് മുന്നിലെത്തുന്നത് തുടർച്ചയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികത തന്നെയാണ് എന്ന് തോന്നുന്നല്ലോ എന്ന് കോടതി എടുത്തു പറഞ്ഞതാണ് പ്രധാനമായിട്ടും സുപ്രീം കോടതി നീക്കം ചെയ്തിട്ടുള്ളത്. ഹൈക്കോടതി വിധിയിലെ ഈ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പരാതിക്കാരിയെ ദോഷകരമായി ബാധിക്കും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഈ ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, അത് നീക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതിക്കാരിക്ക് വേണ്ടിയിട്ട് ഹാജരായത്. സീനിയർ അഭിഭാഷകരായ PV ദിനേശനും KR സുഭാഷുമാണ്
സുഭാഷ് ചന്ദ്രനുമാണ്. ഇവരുടെ ഈ ഹർജിയിന്മേലാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തുകയും ഹർജിയിൽ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നീക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. എന്നിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യം റദ്ദാക്കാനുള്ള ആവശ്യം സുപ്രീം കോടതി തള്ളി. പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ തീരുമാനത്തിൽ തങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഇത് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് തിരിച്ചടിയാണോ? കാരണം ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം എന്ന രീതിയിലുള്ള പരാമർശമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആ പരാമർശം നീക്കുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിൽ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ടല്ലോ. ഈ വിഷയത്തിൽ ഇനി എന്നായിരിക്കും കോടതി തീർപ്പ് കൽപ്പിക്കുക? അതായത് ഈ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി, അതായത് മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ. അതിൽ ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഹൈക്കോടതിയുടെ തീരുമാനം, അതായത് മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ള ഹൈക്കോടതിയുടെ വിധിയെ അനുകൂലിക്കുന്നു. അത് ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള തരത്തിലാണ്. അത്തരം കാര്യങ്ങളിൽ തങ്ങൾ ഇടപെടുന്നില്ല എന്നാണ് ജസ്റ്റിസ് MM സുന്ദരേഷും അതുപോലെ NK സിംഗിന്റെയും ബെഞ്ച് വ്യക്തമാക്കിയത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കാര്യത്തിൽ, അതായത് ജാമ്യം റദ്ദാക്കുന്ന കാര്യത്തിൽ ഉള്ള ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായാണ് സുപ്രീം കോടതി ഇടപെടൽ. അതേസമയം ഇപ്പം പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഈ പെൺകുട്ടിയുടെ എതിരെയുള്ള പരാമർശങ്ങൾ, പ്രത്യേകിച്ചും ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗികതയാണ് എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനമായും പരാതിക്കാരിക്കെതിരെ ഉന്നയിച്ചത്. അത് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി, അതായത് അത്തരം പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അത് പരാതിക്കാരിയെ ദോഷകരമായി ബാധിക്കുമെന്ന് തന്നെയാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയതും. ഇത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗികതയാണ് എന്ന് കോടതി പരാമർശിക്കുമ്പോഴും ആ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരി സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹർജിയിൽ ഈ പരാമർശം നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി അയക്കാവുന്ന ഒരു നീക്കമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരാതിക്കാരി, അതായത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗികതയായിരുന്നു താനും പരാതിക്കാരിയും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസ്, ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം. അതേസമയം താൻ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികതയ്ക്ക് അപ്പുറം താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഈ പരാതിക്കാരി ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗികത ആയിരുന്നു എന്നുള്ള പരാമർശം പ്രധാനമായി നീക്കം ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി അയക്കാവുന്ന ഒരു നിരീക്ഷണവും നീക്കവുമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യത്തിൽ ഇടപെടുന്നില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പിൽ UDF-ഉം LDF-ഉം പിന്തുണ തേടിയെന്ന് വെളിപ്പെടുത്തി SDPI നേതൃത്വം. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ UDF നേതൃത്വം ബന്ധപ്പെട്ടുവെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ്. BJPയുടെ തോൽവി ഉറപ്പാക്കേണ്ടത് SDPIയുടെ മാത്രം ബാധ്യതയല്ല. SDPI മഞ്ചേശ്വരത്ത് മത്സരിച്ചാൽ മതേതര വോട്ടുകൾ ഭിന്നിക്കുമെന്നാണ് പാണക്കാട് തങ്ങൾ പറഞ്ഞത്. SDPI വോട്ടുകൾ മതേതരമാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വേങ്ങരയിൽ LDF സ്ഥാനാർത്ഥി സബാഹ് ഉൾപ്പെടെ ഇത്തവണ പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ താനൂരിൽ V അബ്ദുറഹ്മാനെ പിന്തുണച്ചു. ഇത്തവണ ആരെ പിന്തുണയ്ക്കുമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും SDPI നേതൃത്വം വ്യക്തമാക്കുന്നു. മതേതര വോട്ട് എന്ന് വെച്ചാൽ SDPI മത്സരിക്കുന്നത് കൊണ്ട് SDPI നേതൃത്വം കൊടുക്കുന്ന ഒരു അല്ലെങ്കിൽ ആ പാർട്ടിയുടെ വോട്ടുകൾ അത് മതേതര വോട്ടുകളാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ആ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ അവിടെ ലീഗ് തോൽക്കുന്നതാണ് പറയുന്നത്. പരസ്യമായി പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പൊ എന്തൊക്കെ ആയിക്കോട്ടെ, മതേതര വോട്ടുകൾ എന്ന ആ ഒരു പദപ്രയോഗത്തെ സ്വാഗതം ചെയ്യുകയാണ്. SDPIയുടെ മതേതരത്തെ അംഗീകരിക്കുന്നതിൽ സന്തോഷമുണ്ട്. പല ദൂതന്മാരൊക്കെ ഇങ്ങനെ ബന്ധപ്പെടുന്നുണ്ട്, നിങ്ങൾ പിൻവലിക്കണം എന്ന രീതിയിലൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ചില ലീഡർമാർ ഇപ്പോ ഇങ്ങനെ ഇന്നലെ തൊട്ട് ആളുകൾ വിളിക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ ഒരു പുനരാലോചന വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ബന്ധപ്പെടുന്ന UDF-ന്റെ നേതാക്കന്മാർ ബന്ധപ്പെടുന്നുണ്ട്, നിങ്ങൾ പിൻവലിക്കണം എന്ന് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. മഞ്ചേശ്വരത്ത് അല്ല, അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ മണ്ഡലത്തിലും
നമ്മൾ കയറി അങ്ങനെ പിന്തുണക്കുമെന്നൊന്നും ഒരു മാൻഡേറ്റ് ഒന്നുമില്ല. താനൂരിന്റെ അന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ അബ്ദുറഹ്മാനെ പിന്തുണച്ചു, വോട്ട് ചെയ്തു. അത് ശരിയാണ്. അദ്ദേഹത്തിന് കുറച്ച് ഒരു നാക്കുപോയി സംഭവിച്ചു. നമ്മളത് പറഞ്ഞപ്പോൾ അതിന് തിരുത്തുകയും ചെയ്തു. അതിന് സന്തോഷമാണ്. സബാഹ് എന്നല്ല ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും നമ്മളോട് പിന്നെ അതാത് മണ്ഡലങ്ങളിലൊക്കെ ചോദിച്ച് വോട്ട് ചോദിക്കുന്നുണ്ട്. അത് സ്ഥാനാർത്ഥി അല്ല, അത് ചോദിക്കുമല്ലോ, അത് സ്വാഭാവികമല്ലേ. അത് പ്രത്യേകിച്ചും സഭാവൊക്കെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ചോദിക്കുന്നതിന് ഒരു 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 ബാരിക്കേഡും ഇല്ലല്ലോ. കാരണം സ്വതന്ത്രനാണ്, അദ്ദേഹത്തെ എല്ലാവരുടെയും വോട്ട് ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നതിന് എന്താ തടസ്സമുള്ളത്? വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, വർഗീയ വോട്ടുകൾ വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള രഹസ്യമായ നീക്കങ്ങൾ പല മുന്നണികളുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇത് UDFും LDFും പിന്തുണ തേടിയെന്ന SDPI നേതൃത്വത്തിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ ഇതെങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്ന് അറിയേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തേടിയത് അത് വലിയ വിവാദമായതാണ്. കഴിഞ്ഞ ദിവസം PDP പരസ്യമായി LDFന് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ SDPI ഇപ്പോഴും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. രണ്ട് മുന്നണികളും UDFും LDFും പിന്തുണ തേടിയെന്ന് മാത്രമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായിരിക്കും SDPIയുടെ നിലപാട്? ടോം, SDPIയുടെ നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത് ചെറിയ ഭൂരിപക്ഷത്തിന് BJP മേൽക്കൈ നേടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ തന്നെയാണ്. ഏറ്റവും പ്രധാനം മഞ്ചേശ്വരത്ത് തന്നെയാണ്. മഞ്ചേശ്വരത്ത് അവർ അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആശങ്കയില്ലാതെ UDF ആണ്. കാരണം വളരെ നേരിയ മാർജിനിലാണ് അവിടെ വിജയം UDF നേടുന്നത്. ആ സാഹചര്യത്തിൽ SDPI സ്വതന്ത്രമായി നിന്ന് UDFിലേക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൂടി നേടിയാൽ അവിടെ സ്വാഭാവികമായിട്ടും BJP ജയിക്കും. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ SDPI UDFിനെ സമ്മർദ്ദപ്പെടുത്തുകൂടി ചെയ്യുകയാണെന്ന് പറയും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സ്വീകരിച്ചിരുന്ന ഒരു സമീപനം അത് തുടരണമെന്ന ആവശ്യമാണ് UDF ഉന്നയിക്കുന്നത്. ഇത് പരസ്യമായിട്ട് സമ്മതിക്കലല്ല, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു BJP ആണ്. BJPയെ തോൽപ്പിക്കാൻ ആരുമായും കൂട്ടുകൂടാം എന്ന തരത്തിലുള്ള ഒരു സന്ദേശം തന്നെയാണ് UDFിന്റെ ഭാഗത്തുനിന്നും SDPI സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാനുള്ള നീക്കം നടത്തിയതിലൂടെ തെളിയുന്നത്. മറുവശത്തേക്ക് നോക്കുമ്പോൾ ഇടതുപക്ഷത്തെയും പല മണ്ഡലങ്ങളിലും SDPI പിന്തുണച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ V. അബ്ദുറഹ്മാൻ ജയിച്ചത് SDPIയുടെ വോട്ട് കൊണ്ടാണെന്ന് അവർ അവകാശപ്പെടുകയും അബ്ദുറഹ്മാൻ തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ അബ്ദുറഹ്മാനെ പിന്തുണയ്ക്കാൻ വേണ്ടേ എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുമ്പോൾ ഇടതും വലതുമൊക്കെ SDPIയുടെ പിന്തുണ തരാതരം പോലെ തേടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് പരസ്യമായി പറയുന്നതിന് മാത്രമാണ് അവർക്ക് ഒരു പ്രശ്നമുള്ളത്. കഴിഞ്ഞ തവണ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വേങ്ങരയിൽ മത്സരിക്കുന്ന സബാഹ് കുണ്ടുപുഴയ്ക്കിൽ അദ്ദേഹം കഴിഞ്ഞ തവണ SDPIയുടെ കൂടി സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ച് 11,000 വോട്ട് നേടിയത് ഫുട്ബോൾ ചിഹ്നത്തിൽ. പക്ഷേ അദ്ദേഹം SDPIയുടെ സ്വതന്ത്രൻ എന്നാലും പറയുന്നത് താൻ സ്വതന്ത്രനാണ്, ആരുടെയും പിന്തുണ തേടാമെന്നാണ്. അതായത് കൃത്യമായിട്ടുള്ള ഈ തരം വോട്ടുകൾ നേടി വിജയം കൈവരിച്ച് എന്നാൽ അത്തരത്തിൽ വോട്ടുകൾ ഒന്നും നേടിയിട്ടില്ല എന്ന് പരസ്യമായി പറയുന്ന നിലപാട് തന്നെയാണ് LDFും UDFും ഇവിടെ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് SDPIയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയതോടെ മനസ്സിലായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുന്ന കാര്യം തന്നെയായിരിക്കും. BJP ഇത് വലിയ ആയുധമാക്കുകയും പല മണ്ഡലങ്ങളിലും ഇത് ഉന്നയിച്ച് പ്രചാരണം നടത്തുകയും ചെയ്യും. തരാതരം പോലെ SDPIയുടെ വോട്ടുകൾ നേടി ഞങ്ങൾ വർഗീയതയ്ക്കൊപ്പം ഇല്ല എന്ന് തുറന്നു പറയുന്നവരാണ് LDFും UDFും എന്നതായിരിക്കും BJPയുടെ പ്രചരണം. ഇത് ഓരോ മണ്ഡലങ്ങളിലും ഈ പ്രചരണം കൊണ്ട് മാത്രം ഒരുപക്ഷെ വിജയത്തിലേക്ക് BJPക്ക് എത്താൻ കഴിയില്ല. അവിടെ തീർച്ചയായിട്ടും SDPIയുടെ വോട്ടുകൾ ഫലം നിർണായകമാകുന്നതിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ SDPIയുടെ വോട്ടുകൾ അത് അവർ കൃത്യമായിട്ട് BJPയെ തോൽപ്പിക്കുന്നത് ആരാണോ അവർക്ക് വേണ്ടി ചെയ്യും എന്ന്. അങ്ങനെ പല മണ്ഡലങ്ങളിലും ഒരു രഹസ്യധാരണ ഉണ്ടാകുമോ? പരസ്യമായി വെൽഫെയർ പാർട്ടി, PDP പോലുള്ള പാർട്ടികൾ, രാഷ്ട്രീയ സംഘടനകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ പരസ്യ പ്രഖ്യാപനം നടത്തുമ്പോൾ SDPIയുടെ ഭാഗത്ത് ഇത്തരമൊരു പരസ്യ നിലപാടുണ്ടാകുമോ? അതോ ചില മണ്ഡലങ്ങളിൽ മാത്രം, നേരത്തെ അനുമതി സൂചിപ്പിച്ചതുപോലെ മഞ്ചേശ്വരം പോലെ BJPക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ BJP ഒരു മുന്നേറ്റം നടത്തുമെന്ന് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മാത്രം ഒരു രഹസ്യ ഡീലായിരിക്കുമോ? പ്രത്യേകിച്ച് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പല മണ്ഡലങ്ങളിലും ഈ ഡീല് വിവാദം ഉയർന്നു വരുന്നുണ്ട്. അത്തരമൊരു രഹസ്യ ഡീലായിരിക്കുമോ ഉണ്ടാവുക? ഇത്
ഇതൊരു പരസ്യമായിട്ടുള്ള നീക്കത്തിലേക്ക് ഒരിക്കലും വഴിവെക്കില്ല. അത് രഹസ്യ ഡീലായിട്ട് തന്നെ സാധ്യതയുള്ളൂ. കാരണം അങ്ങനെ പരസ്യമായ ഒരു പ്രഖ്യാപനം നടത്തിയാൽ അത് മറ്റു പല മണ്ഡലങ്ങളിലും ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ തന്നെ വടക്കൻ കേരളത്തിൽ SDP പിന്തുണ പലയിടത്തും സ്വീകരിക്കുന്ന പരസ്യമായി പറയുമ്പോൾ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിൽ അത് ദോഷം ചെയ്യും. UDF-നാണെങ്കിലും LDF-നാണെങ്കിലും. അങ്ങനെ ചിലയിടങ്ങളിലെ സാഹചര്യം പോലെ തരാതരം പോലെ നീക്കുപോക്ക് അടവുന്ന എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇതിലുണ്ടാവുക. ഒരിക്കലും പരസ്യമായിട്ട് അവരുടെ പിന്തുണ ഞങ്ങൾ തേടുന്നു എന്ന് പറയുകയില്ല. മറിച്ച് ആരുടെയും വോട്ട് ഞങ്ങൾ സ്വീകരിക്കുമെന്ന ഒഴുക്കൻ മട്ടിലുള്ള ഒരു വർത്തമാനം മാത്രമായിരിക്കും ഇരു മുന്നണികളുടെയും ഭാഗത്തുണ്ടാവുക. കാരണം തെരഞ്ഞെടുപ്പാണ്, ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയാനാകില്ല. ഞങ്ങൾക്ക് ആരും വോട്ട് ചെയ്തോട്ടെ, ഞങ്ങൾ ആരുമായിട്ടും ഒരു ധാരണ ഉണ്ടാക്കുന്നില്ല എന്ന തരത്തിൽ തന്നെയായിരിക്കും ഇവരുടെ നിലപാട്. പക്ഷേ രഹസ്യമായിട്ട് ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണകൾ പല മണ്ഡലങ്ങളിലും SDP-യുമായിട്ട് LDF-ഉം UDF-ഉം ഉണ്ടാക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് വടക്കൻ കേരളത്തിൽ UDF-നൊപ്പമാണെങ്കിൽ മലപ്പുറം പോലത്തെ വേങ്ങര പോലത്തെ മണ്ഡലങ്ങളിൽ അത് LDF-നൊപ്പമായിരിക്കും. അതുപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളിലെ സാഹചര്യങ്ങൾ അതത് മണ്ഡല കമ്മിറ്റികൾക്ക്, അതത് ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റികൾക്ക് അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാമെന്നാണ് SDP-യുടെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതത് മണ്ഡലങ്ങളിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് SDP-യുടെ വോട്ട് മാറ്റാനുള്ള ശ്രമമായിരിക്കും SDP-യുടെ നേതൃത്വം നടത്തുക. അങ്ങനെയാണ് അവർക്ക് പൊതുരാഷ്ട്രീയത്തിൽ ഒരു സ്വീകാര്യത ലഭിക്കുക എന്നും അവർക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ടോം. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത്. എന്തായാലും SDP-യുടെ നിലപാട് മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലേറെ നിർണായകമായിരിക്കും. മുസ്ലിം ലീഗ് നേതാവ് MK മുനീറിന്റെ വായ്പ പാർട്ടി അടച്ചു തീർത്തു. 48 ലക്ഷം രൂപയുടെ വായ്പയാണ് അടച്ചു തീർത്തത്. ലീഗ് നേതൃത്വമാണ് കാലിക്കറ്റ് ടൗൺ സഹകരണ ബാങ്കിൽ പണമടച്ചത്. പാണക്കാട് സാദിഖലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും സംസാരിച്ചതായും ബാധ്യത പരിഹരിക്കാമെന്ന് പറഞ്ഞതായും മുനീർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് നടക്കാവിലെ വീടിന്റെ നവീകരണത്തിനായി കാലിക്കറ്റ് ടൗൺ സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിലാണ് മുനീറിന് ജപ്തി നോട്ടീസ് വന്നത്. 48 ലക്ഷം രൂപ ഈ മാസം 31-ന് മുൻപ് അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുന്നതായിരുന്നു നോട്ടീസ്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, പതിറ്റാണ്ടുകളോളം MLA ആയിരുന്ന, മന്ത്രിയായിരുന്ന ഒരു വ്യക്തിക്കാണ് ഈ രീതിയിലുള്ളൊരു ദുരവസ്ഥ ഉണ്ടായത്. നമുക്കറിയാം, ഇത് ഈ MK മുനീറിൻ്റെ ജപ്തി നോട്ടീസ് വന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പിതാവ് CH മുഹമ്മദ് കോയയുടെ ആ ഒരു അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളടക്കം ചർച്ചയാകുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷം അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോയപ്പോൾ കൈവശം ഒരു രൂപ പോലും ഇല്ലായിരുന്നു. അതായത് വണ്ടിക്കാശിന് പോലും പണമില്ലായിരുന്ന ഒരു നേതാവിൻ്റെ മകൻ ഒരു അഴിമതി, സാധാരണ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അഴിമതി കാണിക്കാനുള്ള അവസരമാണെന്നും നിരവധി പണം സമ്പാദിക്കാമെന്നും ഒക്കെ നമ്മൾ സാധാരണക്കാർ അങ്ങനെയൊക്കെയാണ് കരുതാറുള്ളത്. പക്ഷെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് MK മുനീറിനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് മാതൃകയാകുന്നത്. അദ്ദേഹത്തിന് ഒരു സ്വന്തമായൊരു വീടിൻ്റെ നവീകരണത്തിന്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പോലും പണമില്ലാത്ത സാഹചര്യം, വായ്പ എടുക്കുന്നു, ഒടുവിൽ ജപ്തി വരുന്നു. ഇത് ഏത് സാഹചര്യത്തിലാണ്? ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. നിരവധി വ്യക്തികൾ തനിക്ക് സഹായ വാഗ്ദാനം നൽകിയെന്ന് MK മുനീർ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും വായ്പ ലീഗ് നേതൃത്വം അടച്ചു തീർത്തിട്ടുണ്ടോ? എന്താണ് ഈ വിഷയത്തിൽ മുനീർ വ്യക്തമാക്കുന്നത്? ഏതാണ്ട് 79 ലക്ഷം രൂപയോളമാണ് കാലിക്കറ്റ് ടൗൺ സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തത്. അതിന്റെ പലപ്പോഴായി പണം അടച്ചെങ്കിലും കഴിഞ്ഞ വർഷങ്ങളായി മുതലിലെ ഒരു തരത്തിലും പണം അടയ്ക്കാൻ കഴിയാത്ത വിധം സാമ്പത്തിക പരിസ്ഥിതി പെട്ടുപോവുകയായിരുന്നു എന്നാണ് MK മുനീർ പറഞ്ഞത്. CH ഉണ്ടായിരുന്ന കാലത്ത് നിർമ്മിച്ചതാണ് വീട്. അതിന്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി കുറച്ചുകൂടി മൂടി പിടിപ്പിച്ചു. പക്ഷേ സാമ്പത്തികമായി അത് തിരിച്ചടയ്ക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇത്ര ഭാരിച്ച തുക വായ്പ എടുത്തത്. ഈ വീടിന്റെ നവീകരണം നടത്തിയെന്ന് പറയുന്നു. കാര്യങ്ങൾ പിന്നീട് ഉദ്ദേശിച്ചത് പോലെ പോയില്ല. MLA എന്ന നിലയിൽ ലഭിക്കുന്ന വരുമാനം മാത്രമാണ് അത്. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും MK മുനീറിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ഒരു നടപടി. അദ്ദേഹത്തിൻ്റെ വായ്പ അടച്ചു തീർക്കാനുള്ള നടപടി ലീഗ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നു. അടിയന്തരമായി തന്നെ അത്തരം പല സഹായ വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നേരത്തെ നമുക്കറിയാം, CH മുഹമ്മദ് കോയയുടെ മരണശേഷം ആ കുടുംബത്തിൻ്റെ അവസ്ഥ, പിന്നീട് പാർട്ടി നേതൃത്വം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ആ കുടുംബത്തിന് സഹായങ്ങളൊക്കെ നൽകി രംഗത്തെത്തിയെങ്കിൽ സമാനമായൊരവസ്ഥ തന്നെ. അതായത് CHൻ്റെ മകൻ, രാഷ്ട്രീയത്തിൽ ഒരു കറപുരുളാത്ത നേതാവ് MK മുനീറും
ഈ രീതിയിൽ ഒരു രീതിയിലും രാഷ്ട്രീയപരമായി അദ്ദേഹം മറ്റ് സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാക്കിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തി ജീവിതത്തിൽ നിന്ന് ഇതുപോലുള്ള ഈ കടബാധ്യതയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.